നമസ്കാരം. അനന്തപത്മനാഭന്റെ മണ്ണിൽ ആഴ്ചകളോളം വിശ്രമത്തിൽ കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന് ഒടുവിൽ ശാപമോക്ഷം കിട്ടാൻ പോകുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നിന്നുള്ള ട്രോളുകൾ ഏറ്റുവാങ്ങി ആകെ നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ബ്രിട്ടന്റെ പ്രതിരോധ വകുപ്പ്. ഒരർത്ഥത്തിൽ ബ്രിട്ടന്റെ യുദ്ധവിമാനം എത്തിയത് വിവരങ്ങൾ ചോർത്താനാണോ എന്നൊരു സംശയവും ഉണ്ടായിരുന്നു. നിലവിൽ കേരളത്തിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് F-35B ലൈറ്റനിങ് ജെറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തി അടുത്ത ആഴ്ച ആദ്യം തന്നെ ബ്രിട്ടനിലേക്ക് തിരികെ പോകാൻ സാധ്യതയുണ്ട്. ബ്രിട്ടീഷ് യുദ്ധവിമാനം അടുത്ത ആഴ്ച ആദ്യം തന്നെ നാട്ടിലേക്ക് പറന്നുയരാൻ സാധ്യത ഉണ്ട് എന്നാണ് ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ അധികാരമില്ലാത്തതിനാൽ പേര് വെളിപ്പെടുത്താത്ത സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചതെന്ന് വാർത്താ ഏജൻസി പറയുന്നുണ്ട്. $110 മില്യൺ വില വരുന്ന F-35B ലൈറ്റനിങ് ജെറ്റ് ജൂൺ 14 അടിയന്തര ലാൻഡിംഗ് നടത്തിയ ശേഷം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങി. UK റോയൽ നേവിയുടെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായാണ് ഈ വിമാനം. ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ജെറ്റ് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് നടത്താനായി ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ മാസം അറബിക്കടലിൽ പതിവായി പറന്നിരുന്ന F-35B യുദ്ധവിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് റോയൽ നേവിയുടെ ഫ്ളാഗ്ഷിപ്പ് വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയാതെ വന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു. തുടർന്ന് അത് തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിട്ടതായും അവിടെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും അധികൃതർ പറയുന്നു. വിമാനത്തിന് എഞ്ചിനീയറിംഗ് പ്രശ്നം കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ യുദ്ധവിമാനം വിലയിരുത്തുന്നതിനും അതോടൊപ്പം അതിനെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഒരു ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ ഒരു സംഘം ഇന്ത്യയിലുണ്ട്. ബ്രിട്ടനിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് സംഘം ഞായറാഴ്ച തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയർമാർ വിമാനം ശരിയാക്കിയില്ലെങ്കിൽ അത് ഭാഗികമായി പൊളിച്ച് ഒരു കാർഗോ വിമാനത്തിൽ കൊണ്ടുപോകാമെന്നാണ് നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചെങ്കിലും UK പ്രതിരോധ മന്ത്രാലയം അത് നിരസിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം അങ്ങനെ പൊളിച്ചു കൊണ്ടുപോയാൽ അത് ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഒരു നാണക്കേടാവും. കാരണം ബ്രിട്ടന്റെ കയ്യിലിരിക്കുന്ന F-35 യുദ്ധവിമാനം അത് ഏത് റഡാറിനെയും എല്ലാം തന്നെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അത് ഒളിച്ചും പാത്തുമൊക്കെ ശത്രുരാജ്യത്തിന്റെ മടയിൽ കയറി ചെല്ലുമെന്നൊക്കെ വീമ്പളക്കുന്ന ബ്രിട്ടന്റെ യുദ്ധവിമാനത്തെ ചിറകരിഞ്ഞ് സ്ക്രൂ ഒക്കെ ഊരി എടുത്ത് ആക്രിക്കാർ കൊണ്ടുപോകുന്നത് പോലെ ഒരു യുദ്ധവിമാനത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ബോക്സിനകത്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഒരു പെട്ടിക്കകത്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ബ്രിട്ടന്റെ പ്രതിരോധ വകുപ്പിന് തന്നെ അങ്ങേയറ്റം നാണക്കേടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും അതിനെ നന്നാക്കി തിരുവനന്തപുരത്ത് വച്ച് തന്നെ അതിനെ ടേക്ക് ഓഫ് ചെയ്യണം എന്നൊരു നിഗമനത്തിലേക്ക് ബ്രിട്ടീഷിന്റെ പ്രതിരോധ മന്ത്രാലയം എത്തിയത്. കാരണം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്താനാണോ ഇവർ ഇത്രയും ആഴ്ചയായി നിൽക്കുന്നത് എന്നടക്കം പ്രതിരോധ വിദഗ്ധർ, ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രതിരോധ വിദഗ്ധർ അടക്കം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.